ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ബർക്കത്തുള്ള ഒരു രാത്രി ഞാൻ ഈ ഖുർആൻ ഇറക്കി. ഷറഫായ രാത്രി, നല്ല മനസ്സിലത്ത് സ്ഥാനമുള്ള ഒരു രാത്രി, റഹ്മത്തുള്ള രാത്രി, ദാത്തു ഖൈർ, ധാരാളം നന്മകളുള്ള രാത്രി, ബർക്കത്തുള്ള രാത്രി, മഗ്ഫിറത്ത് നൽകപ്പെടുന്ന രാത്രി, നരകമോചനം സാധ്യമാകുന്ന രാത്രി, ഇങ്ങനെ അനേകം ഗുണവിശേഷണങ്ങൾ ഒരു രാത്രിയിൽ അള്ളാഹു സുഹൃത്തുക്കളെ നമുക്ക് നിശ്ചയിച്ച് തന്നിരിക്കാൻ. അള്ളാഹു നിശ്ചയിച്ച് നമുക്ക് പറഞ്ഞു തന്നതിന് നാം കൊടുക്കുന്ന ഗൗരവമാണ് അതിന്റെ പുണ്യം നമുക്ക് നേടിത്തരുന്നത്. അള്ളാഹ് അങ്ങനെ ഒരു രാത്രിയെക്കുറിച്ച്, ഖദറിന്റെ, നിർണയത്തിന്റെ, മഹത്വത്തിന്റെ ഒരു രാത്രിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പടച്ചോൻ പറഞ്ഞ ആ വാക്കുകൾക്ക് നാം കൊടുക്കുന്ന വിലയാണ്, മഹത്വമാണ് ആ രാത്രിയുടെ പുണ്യം നമുക്ക് നേടിത്തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ അറിയങ്ങൾ? ഇന്ന ഹാദ ശഹ്റു ഖദ് ഹളറക്കും, ഇതാ ഈ മാസം നിങ്ങൾക്ക് സമാഗതമാകിയിരിക്കുന്നു. വഫീഹി ലൈല, റസൂലുള്ളാഹി പറഞ്ഞിരുന്നു അതിലൊരു രാത്രിയുണ്ട്. ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാളും ശ്രേഷ്ഠമായ ഒരു രാത്രി. മൻ ഹുരിമഹ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ല, ആ രാത്രി ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ, ആ രാത്രിയുടെ പുണ്യം ഒരാൾക്ക് നിഷേധിക്കപ്പെട്ടാൽ, ഫഖദ് ഹുരിമൽ ഖൈറ കുല്ല, എല്ലാ നന്മകളും അയാൾക്ക് നഷ്ടപ്പെട്ടു. വലാ യഹ്റുമു ഖൈറഹ ഇല്ലാ മഹമ, അത്യധികം നഷ്ടപ്പെട്ടവനല്ലാതെ ഒരിക്കലും ആ രാത്രിയുടെ പുണ്യം നഷ്ടപ്പെട്ടു പോവുകയില്ല. മുമ്പത്തെ സമുദായങ്ങൾക്ക് അള്ളാഹു കൊടുക്കാത്ത ഒരു മഹത്വമാണ് ഈ രാത്രി. മുമ്പുള്ളവർക്കൊന്നുമില്ല, മുസ്ലിം ഉമ്മത്തിന് മാത്രമുള്ള ഈ രാത്രി. എന്താണത്? 83 വർഷം. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷം. 83 വർഷം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, ഒരു രാത്രി കൊണ്ട് ഒരായുസിന്റെ പുണ്യം, ഒരായുസിന്റെ പുണ്യം. പടച്ചോന്റെ റഹ്മത്ത് വിശാലമാണ്. പടച്ചോൻ തരാൻ വേണ്ടി വെച്ച ഒരു കേവല നിമിത്തം മാത്രം, അല്ലാതെ എന്താ ഒരു രാത്രി കൊണ്ട് ഇത്രയും പുണ്യം, ഒരു നിമിത്തം, നമുക്ക് കണക്കില്ലാത്ത പുണ്യം തരാൻ അള്ളാഹു വെച്ച ഒരു നിമിത്തമാണ്. ആ ലളിതമായ ഒരു നിമിത്തത്തെ സ്വീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലുതാണ്. ഉറങ്ങൂല ഈ ഒറ്റ രാവുകളിലൊന്നും സുഹൃത്തുക്കളെ, അശ്രദ്ധമാകാൻ ഒരാൾക്ക് പറ്റൂല. കാരണം എന്താ? അന്ന് ഗൗരവപരമായ ചില തീരുമാനങ്ങൾ നൽകുന്നുണ്ട്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ജനന മരണങ്ങളും അള്ളാഹു തീരുമാനിച്ചു. പക്ഷെ അതിനൊന്ന് തഫ്സീൽ ചെയ്യും, ആ വിധികളെ ഒന്ന് പുനഃപരിശോധിക്കുന്ന ഒരു സമയമാണ് എല്ലാ റമദാനിന്റെയും ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി. എന്തൊക്കെ റിസ്ക്, നമ്മുടെ ഉപജീവനം, നമ്മുടെ അജൽ, നമ്മുടെ മരണത്തിന്റെ കാര്യത്തിൽ തിരുത്തലുകൾ വരാമെന്നാ പറയുന്നത് പണ്ഡിതന്മാർ. ഫിഹാ യുഫ്റഖു തനസ്സലുൽ മലായികതു വറൂഹു ഫിഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, മിൻ കുല്ലി അംറിൻ സലാം, എല്ലാ കാര്യത്തിലും സലാം. ഒരു മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളിലും വിധി നിർണയങ്ങൾ നടക്കുന്ന ഒരു രാത്രി. ഈ ഒരു വർഷം എങ്ങനെയാകണമെന്ന് അള്ളാഹു നമ്മുടെ റിസൾട്ടുകൾ, നമ്മുടെ ലാബ് റിസൾട്ടുകൾ തീരുമാനിക്കുന്ന രാത്രിയിൽ സുഹൃത്തുക്കളെ എങ്ങനെ ഉറങ്ങാൻ പറ്റും? അതിന്റെ ഗൗരവം മനസ്സിലാക്കിയാൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, എല്ലാം റിസ്ക്, ആരോഗ്യം, രോഗം, ജീവിതം, മരണം, സന്താനം, എല്ലാ തീരുമാനങ്ങളിലും ആ രാത്രിക്ക് ഒരു തീരുമാനമുണ്ട് എന്നാണ് നബവി റഹ്മത്തുള്ളാഹി പറഞ്ഞു. ലൈലത്തുൽ ഖദ്ർ മുഖ്തസ്സത്തുൻ ബിഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന് മാത്രമേ ലൈലത്തുൽ ഖദ്ർ ഉള്ളൂ. സാദഹല്ലാഹു ശറഫ, അതിന് അല്ലാഹു ശറഫ്, മഹത്വത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഫലൻ തകുൻ ലിമൻ ഖബലഹ, ഇത് മുമ്പുള്ളവർക്കില്ല. മാ അദ്റകഹ ദാഇൻ ഇല്ലാ വലഫിറ, അന്ന് ഒരുത്തൻ അല്ലാഹുവോട് ചോദിച്ചാൽ അതിൽ അവൻ വിജയിച്ചിരിക്കുന്നതാണ്. വലാ സഅല ഫീഹാ സായിലുൻ ഇല്ലാ ഉഅതിയ, അന്ന് ചോദിക്കുന്ന ഒരു ചോദ്യകർത്താവിന്റെ ചോദ്യം നിരാകരിക്കപ്പെടുകയില്ല. വലസ്തജാര ഫീഹാ മുസ്തജീറുൻ ഇല്ലാ ഉജീറ, അന്ന് രക്ഷ ചോദിച്ച ഒരുത്തന് രക്ഷ നൽകപ്പെടാതിരിക്കുകയില്ല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞു, അന്നത്തെ രാത്രി പരിശ്രമിക്കുന്നത് പോലെ നിങ്ങൾ അന്നത്തെ പകലിലും പരിശ്രമിച്ചു കൊള്ളുക, രണ്ടിനും നിങ്ങൾക്ക് ഒരുപോലെ പ്രതിഫലം ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, വളരെ പുണ്യകരമായ ഈ രാവ് കഴിഞ്ഞ ആയുസ്സിന്റെ കാലഘട്ടങ്ങളിൽ അശ്രദ്ധമായി കടന്നുപോയെങ്കിൽ അത് അശ്രദ്ധമായി കടന്നു പോകാതിരിക്കാനാണ് ഇന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. കിരണങ്ങളില്ലാതെ തെളിഞ്ഞ വെളിച്ചത്തോടു കൂടി സൂര്യൻ ഉദിക്കുന്ന ഒരു പ്രഭാതമാണ് ആ മഹത്വത്തിന്റെ രാത്രിയിലെ പ്രതാപം. സാലിമത്തും മിനശ്ശയാത്തീൻ, പിശാചുക്കളിൽ നിന്നും സുരക്ഷ ലഭിക്കുന്ന, മനസ്സുകൾക്ക് സമാധാന സന്തോഷം നൽകുന്ന, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പിശാചുക്കളുടെ വസ്വാസുകളിൽ നിന്ന് മാറി നിന്ന് മലക്കുകൾ ഇറങ്ങുന്ന മനസ്സമാധാനത്തിന്റെ ഒരു സന്ദർഭമാകുന്നു അത്. അന്ന് ചോദിച്ചാൽ തരും അള്ളാഹു വിട്ടുവീഴ്ച. എത്ര പാപം സംഭവിച്ചവരാണ് സുഹൃത്തുക്കളെ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അതാണ് ആയിഷ അന്ന് പറയേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു.
എനിക്ക് അഫ്വ് കൊണ്ട പടച്ചോനെ, കഴിഞ്ഞ പാപങ്ങളൊക്കെ വിട്ടുവീഴ്ച കൊണ്ടായെന്ന ആത്മാർത്ഥമായ പശ്ചാത്താപം. ചില ആളുകൾ വളരെ പാടുപെട്ട് ആ ദിവസം നിർണയിക്കാൻ ശ്രമിക്കാറുണ്ട്. മഹാപണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് വെറുതെ ഇടങ്ങേറാകണ്ട, അള്ളാഹുവിന് ഡേറ്റ് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാൻ വേണ്ടി പ്രയാസം ഉണ്ടായിട്ടുമല്ല. പക്ഷേ ആ 10 ദിവസങ്ങളിലെ മുഴുവൻ രാത്രികളും പുണ്യങ്ങൾ ചെയ്യാൻ ഒരാൾ മത്സരിക്കട്ടെ, പരിശ്രമിക്കട്ടെ എന്നതാണ് ആ ദിവസ നിർണയം വ്യക്തമാക്കാത്തതിന്റെ കാരണമെന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ വീണ്ടും അതിന്റെ ദിവസം ഇന്നതാണെന്ന് നിശ്ചയിക്കാൻ നമ്മൾ എന്തിനു നടക്കണം? സുഹൃത്തുക്കളെ, തെറ്റായി മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. ആ ദിവസം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ പുണ്യം കിട്ടാതെക്കാൻ വേണ്ടി നമുക്ക് തെറ്റായി മനസ്സിലാക്കി തന്നിരിക്കും. ചിലർക്ക് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി പ്രത്യക്ഷപ്പെടുന്ന എന്തോ ഒരു ജീവിയാണെന്ന് എത്രയോ തലമുറകളായി വിശ്വസിച്ച് വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ എന്താണ് അന്ന് ചെയ്യേണ്ടതെന്ന് ആൾക്കാർക്ക് അറിയില്ല. ആൾക്കാരെന്താ ചെയ്യുക? നോമ്പ് തുറക്കുമ്പോൾ സാധാരണ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ മധുര പലഹാരങ്ങളൊക്കെ കഴിച്ച് നന്നായി രാത്രി മയങ്ങും. അതാണ് പല ആൾക്കാരും ചെയ്യാറുള്ള കാര്യം. സുഹൃത്തുക്കളെ, എന്താ അറിയില്ല, ചില സ്ഥലങ്ങളിലൊക്കെ ടൗണുകൾ അന്ന് സജീവമായിരിക്കും. രാത്രി മുഴുവനും ഭക്ഷണ പദാർത്ഥങ്ങളുമായി ആളുകൾ നേരം വെളുപ്പിക്കും. ഇതൊക്കെയാണ് പണ്ഡിതന്മാർ ഏത്തിക്കാഫിന് ലേത്തുൽഖാനൊക്കെ മഹത്വം പറയുമ്പോൾ തീറ്റ കുറക്കണം, ഉറക്കം കുറക്കണം എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന. ഉറക്കം കുറക്കണം, തീറ്റ കുറക്കണം എന്നാണ്, ഭക്ഷണം കുറക്കണം എന്നാണ്. നേരെ തിരിച്ചാണ് പലരും ചിന്തിക്കാറുള്ളത്. എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? ഒന്നാമത് ലൈലത്തുൽ ഖദറിലെ ഏറ്റവും പ്രധാന കാര്യം രാത്രി നമസ്കാരമാണ്. ദീർഘമായ രാത്രി നമസ്കാരം. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, കുറച്ചേ ഉറങ്ങിയിട്ടുള്ളൂ എല്ലാ രാത്രികളിലും. ലൈലത്തുൽ ഖദറിൽ മൻ ഖാമ ലൈലത്തുൽ ഖദർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒറ്റ രാത്രി കൊണ്ട് ലൈലത്തുൽ ഖദർ രാത്രി ഒരാൾ രാത്രി നിസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കും. രാത്രി നിസ്കാരത്തിന്റെ പ്രത്യേകത എന്താണെങ്കിൽ അത് അള്ളാഹുവുമായുള്ള രഹസ്യ ഭാഷണമാണ്. അള്ളാഹുവിന് ഇഷ്ടം, അള്ളാഹുവിനെ രഹസ്യമായി വിളിക്കും, സ്വകാര്യമായി അള്ളാഹുവോട് സംവദിക്കുന്ന സമയമാണ് സുഹൃത്തുക്കളെ. മാത്രല്ല, പള്ളിയിലേക്ക് പോകുന്നവർക്ക് പ്രത്യേക പുണ്യമുണ്ട്. ബശ്ശിരിൽ മശാഇന ഫിദ്ദുൽ, ഇരുട്ടുകളിൽ, രാത്രിയുടെ ഇരുട്ടുകളിൽ പള്ളിയിലേക്ക് പോകുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്ത്? ഇലൽ മസ്ജിദ് ബിൻ നൂരി താം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സമ്പൂർണ്ണമായ വെളിച്ചം അവർക്കുണ്ടാകുമെന്നാണ്. മറ്റൊന്ന് സുഹൃത്തുക്കളെ, ആ ഇസ്തിഗ്ഫാറുണ്ട്, അസ്ഹാറുകൾ, അത്താഴ സമയങ്ങളിൽ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അള്ളാഹുവോട് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയമാണ് അവസാനത്തെ 10 സന്ദർഭങ്ങളിൽ. ഏറ്റവും പുണ്യകരമായ ഈ ദിനം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വേദന സംഭവിച്ചു പോകുന്ന തെറ്റുകളാണ്. നമുക്കറിയാം എന്തൊക്കെ പുണ്യം ഞാനും നിങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ പുണ്യങ്ങളൊക്കെ നമുക്ക് ഓർത്ത് പറയാൻ പറ്റും, ചിന്തിച്ചോർത്ത് പറയാൻ പറ്റും, ഒരിക്കലും ഓർത്ത് പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ കുട്ടിക്കാലത്താണെങ്കിൽ പോലും ചെയ്തു പോയ ഗുരുതരമായ ഒരു തെറ്റും മനസ്സുകളിൽ നിന്ന് മറഞ്ഞു പോകില്ല. അത് ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ആയുഷ്കാലം മുഴുവനും പരലോകത്തും നമ്മൾ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിശ്വാസിയുടെ പ്രതിസന്ധി പാപങ്ങളാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറാണ് ഏറ്റവും പ്രധാനം. അതിനു പറ്റിയ ഈ രാവുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. സുഹൃത്തുക്കളെ, നമ്മുടെ പല സഹോദരങ്ങളും ആളുകളും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ചെറിയൊരു മടിയോ ഒക്കെയാണ് അവരെ തടസ്സപ്പെടുന്നത്. ഒന്ന് സ്നേഹത്തോടെ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച വിളിച്ചാൽ, അല്ലെങ്കിൽ ഈ പുണ്യരാവുകളിലെങ്കിലും ഒന്ന് പള്ളിയിൽ വാ എന്ന് സ്വകാര്യമായി വിളിച്ചാൽ അവർ വരും. അവരോടൊന്ന് പള്ളിയിലിരുന്ന് നന്നായി ദീനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവരുടെ മനസ്സ് മാറും. ധാരാളം ആളുകളുടെ ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാവുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാവുന്ന പുണ്യ രാപ്പകലുകളാണിത്. നമ്മളതിന് ഉപയോഗപ്പെടുത്തണം. വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള നല്ല സന്ദർഭമാണ് ഈ അവസാനത്തെ ദിനങ്ങൾ. അതുകൊണ്ട് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ ഇറങ്ങിയത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, എന്തുമാത്രം മഹത്വമുള്ളതാണ് ലൈലത്തുൽ ഖദറിനൊക്കെ അറിയുക. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള, 1000 മാസങ്ങളെക്കാളും പുണ്യമുള്ള ഒരു രാവ് ലൈലത്തുൽ ഖദരി ഖൈറും മിൻ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറിൻ സലാം, എല്ലാ കാര്യത്തിലും സമാധാന ശാന്തിയായി മലക്കുകൾ ഇറങ്ങുന്ന ഹത്താ മത്ലഇൽ ഫജ്ർ, ആ രാത്രി പ്രഭാതം വരെയും ആ സമാധാനത്തിന്റെ ദൂതന്മാർ ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ്. ഈ വർഷത്തെ ഈ പരിശുദ്ധ മാസത്തിലെ അവസാനത്തെ 10 ഒറ്റ രാവിൽ സമാഗതമാകുന്ന ലൈലത്തുൽ ഖദർ എന്ന അള്ളാഹു ഏറെ മഹത്വം കൽപ്പിച്ച് പറഞ്ഞ ആ രാത്രിയുടെ പുണ്യം പരിപൂർണമായി ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാണ്.